ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലായിടത്തും ഒക്കെ ചക്കയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാവിൽ ഒരു ചക്ക മൂത്തതുണ്ട്, നല്ല മൂത്ത് ചുമന്ന ചുളയാ. അപ്പൊ നമുക്കൊരു ചക്കയരിശ്ശേരിയാണ് നല്ല മൂത്തതാണെങ്കിൽ മാത്രമാണ് ചക്കയരിശ്ശേരിക്ക് നല്ല മൂത്ത ചക്ക വേണം. അതായത് പിഞ്ച് ചക്കയും മൂക്കാത്ത ചക്കയും ഒന്നും വെച്ച് ചക്കയരിശ്ശേരി വെച്ചാൽ അതിനൊരു രുചി സുഖം തോന്നുമില്ല കണ്ട. അപ്പൊ അത്യാവശ്യം നല്ല വിളഞ്ഞത് എന്നുവെച്ചാൽ പഴുക്കരുത് അല്ലെ, നല്ല വിളഞ്ഞ ചക്കച്ചുള കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ചക്കയരിശ്ശേരി വെച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ കാര്യം എന്താ വെച്ചാൽ അമ്മ മിക്കവാറും ഇവിടെ ചക്കയരിശ്ശേരി വെക്കാറുണ്ട് കേട്ടോ, ചക്കയുടെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ. ഇതുണ്ടെങ്കിൽ വേറെ ചോറിന് കറിയൊന്നും വേണ്ട അല്ലെ, നല്ല കുത്തിരി ചോറും ചക്കയരിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ചക്കയരിശ്ശേരിക്ക്. ചക്കയരിശ്ശേരി എന്ന് പറയുന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ് അല്ലെ, അതിനെ കുറിച്ച് ചില കഥകളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ തെക്കോട്ടൊക്കെ ഉണ്ടല്ലോ ചക്കയരിശ്ശേരി എന്ന് പറഞ്ഞാൽ, ഞാൻ തെക്കത്തെയായിരുന്നു. ചക്കയരിശ്ശേരി അവിടെ ചക്കയരിശ്ശേരി പ്രധാനം എന്തിനാണെന്നറിയാം, തുറുവിടിയില് മകരമാസി കൊയ്ത്ത് കഴിയുമ്പോ തുറുവിടുമ്പോഴ് അവർക്ക് ചോറ് കൊടുക്കും. അപ്പൊ അതിന് തുറുവടിയിൽ ഇങ്ങനെ ചക്കയരിശ്ശേരിയാണ് ഏറ്റവും പ്രധാനം. ചക്കയരിശ്ശേരി ഉണ്ടെങ്കിൽ അതിന്റെ മണം നമുക്ക് ചോറുണ്ടാകും. അതുപോലെ തന്നെ പെരകെട്ട്, ഓലപ്പെരയാണ് ഞങ്ങളുടെ വീട്ടൊക്കെ കൂടുതലുണ്ടാകും. അത് ഈ മകരക്കൊമ്പ് മാസത്തിലാണ് ഈ പെര കെട്ടുന്നത്. ഈ പെര കെട്ടുമ്പോഴും ചക്കയരിശ്ശേരി നിർബന്ധമാണ്. നമുക്ക് ചക്ക ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ചക്ക മേടിച്ചോണ്ട് വന്ന് ഈ പെര കെട്ടിലും തുറുവിടിയിലും ഒക്കെ ചക്കയരിശ്ശേരി അവർക്ക് കൊടുക്കും. വേറൊരു കാര്യമുണ്ട് കേട്ടോ, അന്ന് അമ്മ പറഞ്ഞു കേട്ടുള്ള കഥയാണ്. അന്നൊക്കെ അമ്മ പറയാറുണ്ട് ഈ പെര കെട്ടാനും തുറുവിടാനും വന്ന് പൈസക്കല്ലെന്ന് പറയാറുണ്ട്, കൂലിക്കല്ല, ഊണാണ് കൊടുക്കുന്നത്. ചക്കയരിശ്ശേരിയും ചോറും പായസവും അതൊന്നുമില്ല, ചക്കയരിശ്ശേരി സാമ്പാറും ഇല്ല, ചക്കയരിശ്ശേരിയും ചോറും ഒരു അവിയലും ഒരു തോരനും ഇത്രയേ ഉള്ളൂ സദ്യക്ക്. അതുപോലെ തന്നെ കല്യാണവും അടിയന്തരവും ഒക്കെ നടക്കുന്ന തലേ ദിവസം അത്താഴ സദ്യ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ. ഈ അത്താഴ സദ്യക്ക് ചക്കയുടെ സീസണില് ചക്കയരിശ്ശേരിയാണ്. അപ്പൊ ഒരു 10-20 പെണ്ണുങ്ങളിരുന്ന് ചക്ക വെട്ടി അരിഞ്ഞാണ് ചക്കയരിശ്ശേരി വരുന്നത്. ഈ ചക്കയരിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയും ഒരു ഗുണവും ഒക്കെ ഉള്ളതാണ്. അതിന്റെ ഗുണം വരണമെങ്കിൽ അതിന് വേറെ പല ചേരുവകൾ ചെയ്യാം. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് അമ്മ പണ്ടുണ്ടാക്കിയിരുന്ന ട്രഡീഷണൽ പരമ്പരാഗത രീതിയിലുള്ള ചക്കയരിശ്ശേരിയാണ് ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പൊക്കി കാണിച്ചില്ലേ, ചക്ക എല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ. ചക്ക അരിയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ ചക്ക ഇങ്ങനെ ചുളയൊക്കെ ഇങ്ങനെ കുരു എല്ലാം കളഞ്ഞിങ്ങനെ സെറ്റ് ആക്കി എടുക്കും. അതിനുശേഷം അരിയുന്ന എങ്ങനെയാണെന്നറിയാവോ, ഇങ്ങനെ റൗണ്ടിൽ കേട്ടോ. കണ്ടോ ഇങ്ങനെ ഇരിക്കും, കണ്ടോ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ടില്. പക്ഷെ ഇതൊരു വലിയ പാടുള്ള പരിപാടിയല്ല, ഭയങ്കര എളുപ്പം തന്നെ, ഭയങ്കര എളുപ്പമാണ്. ഇതിന് നമ്മൾ ആദ്യം തന്നെ ചക്ക പൊളിക്കുക എന്നുള്ളതാണ്, ചക്ക ഒരുക്കുക എന്നുള്ളതാണ് ഒരു പണിയുള്ളൂ അല്ലെ, അതേ ഉള്ളു പണി, വേറെ പണിയൊന്നുമില്ല. അതെടുത്തു. പിന്നെ നമ്മളിത് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഞാനാണ് ചിരണ്ടിയത്. 2 ടൈപ്പ് തേങ്ങയുണ്ട് കേട്ടോ. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ കൊട്ടത്തേങ്ങ പോലത്തെ തേങ്ങയായിരുന്നേ കുറച്ച്. അപ്പൊ അതിങ്ങനെ അരയ്ക്കാനുള്ളതാണ് ഇത്. അപ്പൊ ഇത് അരയ്ക്കാനുള്ള തേങ്ങ, ഇത് വറക്കാനുള്ള തേങ്ങ. അരമുറി തേങ്ങയുണ്ട് ഇതല്ലേ, അരമുറി തേങ്ങ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറി കുറച്ച് തേങ്ങ നമ്മൾ ഉള്ളതനുസരിച്ച്, കുറച്ച് ഉണക്കത്തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണക്കത്തേങ്ങയല്ല, ഈ ചിരട്ടങ്ങ ഇളകിയ തേങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മിക്സിക്കകത്ത് അരയ്ക്കണം കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണം, അതെടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 അല്ലി വെളുത്തുള്ളി അരവിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇത്രയും കാണാവോ നിങ്ങൾക്ക്, ജീരകം. ഇത് തന്നെ കണ്ടില്ലേ, ഇത്രയും ജീരകം, അതായത് ഒരിത്തിരി ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേ ഉള്ളൂ ഇതിന്റെ അരവ്, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കണത് കാണാം അല്ലെ. അപ്പൊ നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ചക്കയ്ക്ക് തന്നെ നല്ല കളറാകട്ടെ. മൂത്ത ചക്ക ആയതുകൊണ്ട് എരിവെള്ളം മുളക്, കാശ്മീരി അല്ല, നോർമൽ മറ്റേതാണ്. അപ്പൊ അത് ചക്കയ്ക്കൊക്കെ ഈ ബിരിയമുളക് കൊള്ളൂല്ല. അപ്പൊ നമ്മൾ വിട്ടു. അപ്പൊ നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ, ഒരു ചെറിയ ഒരു സ്പൂൺ ഉപ്പ് ഇടുവാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സാധനം. പിന്നെ 2 കറിവേപ്പിലയും കൂടെ ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഇടും. എളുപ്പമാണ് കേട്ടോ, ഒരു പണിയില്ല കേട്ടോ, ഇത് ഈസിയാണ്. നമ്മളിനി കുറെ വെള്ളം, ഇപ്പോഴത്തെ ചക്കയ്ക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ ചേർക്കണം. വെള്ളം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ലേശം പോരാ, ഇച്ചിരി വേണം. ചക്ക ഉണങ്ങി അങ്ങനെ പുഴുക്കുണ്ടാക്കാലും വെള്ളം വേണം. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ അമ്മ പറഞ്ഞ ഉണങ്ങി നിൽക്കുക ചക്കയല്ല അല്ലെ, ചക്കയെല്ലാം ഉണങ്ങി നിൽക്കുക, ഒട്ടും മഴയൊന്നുമില്ലല്ലോ, ഡ്രൈ ആയിട്ട്. അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേവിക്കുക. അപ്പൊ നമുക്ക് 3 വിസിലടിക്കണം. വേവിക്കാനാണെങ്കിൽ നമ്മൾ ചക്ക കുഴച്ച് വേവിച്ചതിനാണെങ്കിൽ കുക്കറിനകത്ത് 2 വിസിലടിച്ചാൽ മതി. കുഴച്ച് വേവിക്കാനാണെങ്കിൽ ഇത് നമ്മളൊരു 3 വിസിലടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കയരിശ്ശേരിക്കുള്ള നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൽ നമ്മൾ വെച്ചേക്കുന്ന ഇന്ന് നമ്മുടെ ചെറിയ കുഞ്ഞടുക്കളയിൽ നിന്നിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുക്കറിൽ അത് അടുപ്പ് വെച്ചു. ഒപ്പം തേങ്ങ ഞാൻ അരച്ചെടുത്തു കേട്ടോ. തേങ്ങ അരച്ച കാര്യം പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
അരയ്ക്കുന്നതാന്ന് വിചാരിച്ചു ഒത്തിരി അരയ്ക്കണ്ട കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിന് മതി. ഒന്ന് ചതങ്ങണേക്കാളും കുറച്ചും കൂടി അരയണം അല്ലേ? അത്ര ഒരു പരുവത്തിലാണ് തേങ്ങ അരയ്ക്കണം. അല്ലാതെ മഷി പോലെ ഇതിനൊരിക്കലും ഒരു ശരിക്കും അരച്ചെടുക്കരുത് അല്ലെ? അവിയലിന് അരയ്ക്കുന്ന പോലെ അരഞ്ഞാൽ മതി. യെസ്. അപ്പൊ അവിയലിന്റെ അരപ്പിന്റെ അത്രയും മതി ഇത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അമ്മ കൊച്ചുള്ളി എടുത്തോണ്ടിരിക്കും. ഇത് എന്തിനാ കൊച്ചുള്ളി? കൊച്ചുള്ളി വറുക്കണം, കടുക് വറക്കണം. അതായത് കുറച്ച് പോരാ. ആക്ച്വലി ഇത് കടുക് വറക്കാനായിട്ടുള്ള കൊച്ചുള്ളിയാണ് നമ്മളിപ്പോ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. കുറച്ച് അധികം കൊച്ചുള്ളി വേണം ഇതിനല്ലേ, എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ ഇതിന്റെ അകത്തെ. ഓരോരുത്തർ ഓരോ രീതിയിലാണ്, എന്നല്ല അമ്മയുടെ സ്റ്റൈലിലുള്ള അമ്മയുടെ ടിപ്പുകളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് കൊച്ചുള്ളി എടുക്കാം. പിന്നെ വേറെ എന്നാ വേണ്ടത്? ഇനി മുളകും കറിവേപ്പിലയും സാധാരണ അപ്പൊ നമ്മുടെ കുക്കറിൽ ഇരുന്നിട്ട് നമ്മുടെ ചക്ക വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ചേറെ ചുമന്നുള്ളിയും പിന്നെ കറിവേപ്പിലയും വട്ടൽമുളകും എടുത്തു വെക്കാം. പച്ചമുളക് ഒന്നും വേണ്ട ഇതിനകത്ത് അല്ലെ. ഇനി ഇതിന് ഒത്തിരി എരിവുള്ള ഒരു കറി അല്ല കേട്ടോ ഇത് അല്ലേ. അപ്പൊ നമ്മൾ ചേർത്ത് ആ മുളക് പൊടി മതി. ഇനി വേറെ ഒന്നും വേണ്ട അല്ലെ. കുരുമുളക് ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യം ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് വേവട്ടെ. നമ്മുടെ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. തേങ്ങ വറക്കുക എന്നുള്ള പരിപാടിയുണ്ട്. അത് എപ്പോഴാന്ന് നമുക്ക് കാണാം. കുക്കറിനകത്ത് ചക്ക അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഒരു കൊച്ചുരുളിയാണ് കേട്ടോ. കൊച്ചുരുളിക്കകത്തേക്ക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു കൊച്ചുരുളിക്കകത്താണ് ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കാൻ പോകുന്നത്. നമ്മൾ കടുക് ഇടും. നമ്മൾ കുറച്ച് കടുക് അതിനകത്ത് ഇച്ചിരി കടുക് കൂടുതൽ വേണം ചക്കയരിശ്ശേരിക്ക്. സാധാരണ ഇടുന്നേക്കാളും കൂടുതൽ വേണം അല്ലെ? വേണം. അപ്പൊ നമ്മുടെ കടുക് വേണ്ട പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വറ്റൽമുളകാണ് ഇടുന്നത്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒരു 3 വറ്റൽമുളക് ഉണ്ട് ഇതല്ലേ? 4 വറ്റൽമുളക് അല്ലെ? കുറച്ച് കറിവേപ്പിലയും കൂടെ. കടുക് പൊട്ടിയുമ്പോ എല്ലാം ഇച്ചിരി കൂടുതൽ വേണം അല്ലെ? കടുക് പൊട്ടിക്കുന്നതിനകത്താണ് രുചി. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ഇടാം. ഉള്ളിയാണോ തേങ്ങയാണോ? രണ്ടും കൂടെ ഒന്നിച്ചിടുക. ഓക്കെ. നമ്മുടെ തേങ്ങ, ഇത്ര തേങ്ങയാണ് കൂടെ നമുക്ക് ഇടാം. അതായത് ഉള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷമൊന്നും അല്ല തേങ്ങ, തേങ്ങയുടെ കൂടെ ഒന്നിച്ചിടുക. ഇത്ര ഉള്ളി ഉണ്ട് കേട്ടോ, കുറച്ച് കൂടുതലുണ്ട് ഉള്ളി അല്ലേ? ഇത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം അല്ലേ? അപ്പൊ ഒരു കാര്യം ഞാൻ ഇത് നന്നായിട്ട് വറക്കാം. വറുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അല്ലേ? നല്ല ബ്രൗൺ കളറിലേക്ക് നമ്മൾ അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ആകെ ഒരു പണിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇളക്ക് മാത്രം അല്ലേ? വറക്കൽ മാത്രമാണ് ഇനി ഒരു പരിപാടി. നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പൊ അമ്മയ്ക്ക് അത്ര സമയം ഒന്നും വറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ ഡ്യൂട്ടി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അമ്മ ഇപ്പൊ എന്നാണ് എടുക്കുന്നത്? അരച്ചു വെച്ച തേങ്ങ കൂടെ നന്നാക്കി എടുക്കുക. ഇതിലിടാനൊക്കെ ആയിട്ടുള്ള അല്ലെ, ഇതിൽ ചേർക്കാനുള്ള അല്ലെ? അപ്പൊ ഇതൊരിച്ചിരി സമയം എടുക്കും ഈ കടുക് പൊട്ടിച്ചതിന്റെ അകത്ത് തേങ്ങ ഇട്ട് ഇളക്കി എടുക്കാനായിട്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സാധനത്തിന് അല്ലെ? നിങ്ങൾ ചക്ക കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ ചക്കപ്പുഴുക്ക് മാത്രം, എല്ലാം ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്കപ്പഴം, ഇടണയിലേക്കകത്ത് ചക്കയപ്പം, ഇതൊക്കെയാണ് നോർമലി ആൾക്കാർ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നത് അല്ലെ? പക്ഷെ ഇങ്ങനെ ഒരു കറി ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ചക്ക അവിയൽ അടുത്ത സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചക്ക അവിയൽ ഒരു പുതിയ റെസിപ്പി അല്ല, പഴയ കാര്യമാണ് അല്ലെ? അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലുള്ള കറിയാണ്. ചക്കവിയൽ നമ്മൾ അടുത്ത ദിവസം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചക്കവിയൽ മാത്രമല്ല, ഒരു ചക്കയാണ് എന്തൊക്കെ കറികളുണ്ട് അല്ലെ? ചക്കക്കൂഞ്ഞ് തോരൻ, ചക്കപ്പാട എരിശ്ശേരി വെക്കാം, ചക്കപ്പാടയില് തോരൻ വെക്കാം, പിന്നെ ചക്കക്കുരു മെഴുക്ക് വരട്ടി, കൂഞ്ഞ് പല സൈസിൽ തോരൻ വെക്കാം. ഇതൊക്കെ ചെയ്യാം. ഈ പല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾ കാണുക അല്ലെ? കഴിഞ്ഞ വർഷത്തെ ചക്കയുടെ സീസണിലൊക്കെ നമ്മൾ ഒത്തിരി റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വറ ഏതാണ്ട് പാകത്തിനായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വറക്കണം അതിനകത്തൊരു കാണാനൊരു ഭംഗി ഉണ്ടാകും. ഭംഗി മാത്രമല്ല രുചി. അപ്പൊ നമുക്ക് ഇതിന് അരച്ചു വെച്ചേക്കുന്ന തേങ്ങായും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അങ്ങോട്ട് ഒഴിക്കാം. അപ്പൊ ഇതിലേക്ക് ചേർക്കുവാണ് നമ്മൾ മിക്സിക്കകത്ത് അരച്ചു വെച്ച തേങ്ങ അല്ലേ? വറുത്ത തേങ്ങയുടെ കൂടെ ഇട്ട് അതും കൂടി ഇട്ട് പച്ചച്ചവയൊന്ന് മാറ്റി അത്രയും മതി അല്ലേ? അപ്പൊ നമുക്കിനി വേവിച്ച് വെച്ചിരുന്ന ചക്കയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ അങ്ങോട്ട് ഇടാം. കുടഞ്ഞങ്ങിട്ട് കൊടുത്തു ചക്ക അല്ലേ? ഉരുളി നന്നായിട്ട് പഴുത്തിരിക്കണോണ്ട് വിറയ്ക്കുന്നുണ്ട് ചക്ക വീണപ്പോഴത്തേക്ക് അല്ലേ? തുള്ളി കളിപ്പ് ചക്ക. അപ്പൊ നമുക്ക് സ്വല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. അപ്പൊ നിങ്ങൾ ചക്ക വേവിക്കുമ്പോൾ വെള്ളം കൂടിപ്പോയെന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അല്ലെ? ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളം വേണം ഒരു ചെറിയ അല്ലേ? ചക്ക അല്ലെ കുഴഞ്ഞു ചക്ക വേവിച്ചത് പോലെ ആവും. ചക്കപ്പുഴുക്കല്ല ഇത്. അല്ല, നമുക്ക് വെള്ളം ഒഴിക്കാം.
നമ്മുടെ പാത്രം കൂടെ കഴുകിയ വെള്ളമാണ്. പാത്രം കഴുകിയതല്ല, നമ്മുടെ മിക്സി കഴുകിയ വെള്ളം. ഞാൻ ചട്ടി വന്നതാ. ചട്ടകം വേണ്ട. നമ്മുടെ കുക്കറും മിക്സിയും ഒക്കെ കഴുകി ആ വെള്ളം അങ്ങ് ഒഴിച്ചു. ഇത്രയും മതി വെള്ളം. ഇച്ചിരി വെള്ളം വേണം അല്ലേ? അതാണ് അതിന്റെ ഒരു ടെസ്റ്റർ. ചൂടുവെള്ളം വേണേ ഒഴിച്ചു കൊടുക്കാൻ, പച്ചവെള്ളം ഒഴിക്കരുത് അല്ലേ? ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇളക്കി കൂട്ടാം. ഇനി ഒന്ന് തവിക്കണയും കൊണ്ടൊന്ന് ഇളക്കി കൂട്ടും. വെള്ളം വേണം അല്ലേ? നമ്മളിത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കറിയാണ്, ഒരു ചാറുകറി പോലത്തെ കറിയാണ്. എന്നാൽ ഒത്തിരി ചാറുകറി അല്ല, ഒരു കുഴമ്പനാണോ അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ട് അല്ലേ? കുഴമ്പനേക്കാളും കുറച്ചും കൂടി ഉള്ള കണ്ടോ. ഈ ഒരു ടെസ്റ്ററിലാണ് നമ്മുടെ ചക്ക എരിശ്ശേരി ഇരിക്കുന്നത്, കണ്ടില്ലേ? ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്നും കൂടി ചാറിച്ചിട്ട് വേണം വെള്ളം. വേണ്ട. ഇത് ഉണ്ടല്ലോ, നമുക്ക് ചോറിന്റെ കൂടെ അല്ലാണ്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. സ്പൂണൊക്കെ ഇട്ട് ഒരു പാത്രത്തിന്റെ അകത്ത് വിളമ്പിട്ട് കോരി 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 കുടിക്കാൻ നല്ല അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഒത്തിരി അങ്ങനെയും വേവണ്ട. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചത്, പച്ചവെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ആ ചക്ക വേവിക്കാൻ നേരത്തുള്ള പച്ചവെള്ളം ചേർത്തുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചൂടുവെള്ളത്തിലാണ് ചെയ്തത്. അപ്പൊ നമ്മൾ അത് പച്ചത്തേങ്ങ വറ വേണം, വറുത്ത തേങ്ങ ഇങ്ങനെ കിടക്കണം. അതിന്റെയാണ് ഒരു ബ്രൗൺ പോലെ കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിങ്ങനെ കിടക്കണം. അത് കടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ? നമുക്ക് തീ കെടുത്ത കഴിഞ്ഞ പരിപാടി അല്ലേ? അപ്പൊ നമ്മുടെ ചക്ക എരിശ്ശേരി അങ്ങനെ റെഡി ആയി നമ്മൾ വാങ്ങി വെക്കുവാണ് ഇനി. അപ്പൊ വാങ്ങി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണേ. അങ്ങോട്ട് വാങ്ങി വെക്കണമേ. വഴി അങ്ങനെ അതെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്കരശ്ശേരി. ഞാൻ കാണിച്ചു തരാം സ്ക്രീനിലേക്ക്. സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ടോ നോക്കാം. നമുക്ക് സ്പൂണും കൂടെ വേണം അല്ലേ കഴിക്കാനായിട്ട്? ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തോ? പിന്നെ ചിന്നിരുന്നമ്മേ ലേശം. എനിക്ക് നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് കേട്ടോ. കാരണം കുഞ്ഞടുക്കളയല്ലേ ഞങ്ങള്, ഈ കൊച്ചടുക്കളയായതുകൊണ്ട് ഞങ്ങൾ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. അപ്പൊ അതെ നമ്മുടെ ചക്ക എരിശ്ശേരി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇത്ര എടുത്താൽ മതി ഇപ്പൊ അല്ലേ? കണ്ടോ? അതെ ഇതാണ് നമ്മുടെ ചക്ക എരിശ്ശേരി. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. എനിക്ക് പണ്ട് മുതലേ ചക്ക എരിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ള സാധനം എരിശ്ശേരി. ഇവിടെ ചക്ക ഉണ്ടെങ്കിൽ എപ്പോഴും അമ്മ ഉണ്ടാക്കൂട്ടെ, ഇതല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ചക്കപ്പുഴുക്കിനേക്കാൾ ഇഷ്ടം ചക്ക എരിശ്ശേരിയാണ്. ഞങ്ങളുടെ ഒരു വല്യമ്മച്ചി ചക്ക എരിശ്ശേരി വെച്ച് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ കരയാൻ വല്യമ്മച്ചി വെച്ചിട്ട് എടുത്തു വെക്കും. അയ്യോ അല്ലെ അവള് വരുമ്പോ കരയും, അവർക്ക് ചക്ക എരിശ്ശേരി കൊടുത്തില്ലെന്നും പറഞ്ഞു. അതുപോലെ എനിക്ക് ഇഷ്ടമായിരുന്നു ചക്ക എരിശ്ശേരി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചക്ക എരിശ്ശേരി നമ്മൾ കഴിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വായിലേക്ക് ഇടുമ്പോ ഇതങ്ങ് അലിഞ്ഞു പോണാലാകുന്നു. അപ്പൊ ഈ തേങ്ങ വറുത്തിട്ട തേങ്ങയില്ലേ, അതിങ്ങനെ കടിക്കണ രീതിയിൽ കിട്ടുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കുക, എന്നിട്ട് TV ഒക്കെ കാണുന്ന സമയത്തല്ലേ ഇതൊക്കെ ഒരു പാത്രത്തിൽ കുറച്ചെടുക്കുക, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക അല്ലെ? അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അല്ലെ? ഞങ്ങളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുവാണേ. അപ്പൊ നമ്മുടെ അങ്ങനെ അടിപൊളി ചക്ക എരിശ്ശേരി ഉണ്ടാക്കണ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുമ്പോ കുക്കർ ഉപയോഗിക്കുന്നില്ല അല്ലെ? വലിയ ഉരുളിയിലോ ചെമ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഇല വെച്ച് മൂടും അല്ലെ? ഒരു പ്രഷർ കുക്കർ രീതിയിലേക്ക് ആ പാത്രത്തിൽ നമ്മളത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിന് മണ്ട വെക്കും. നമ്മൾ അങ്ങനെ ഒത്തിരി ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അടുക്കളയിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഞാനും കൂടെ അമ്മയുടെ കൂടെ നിന്ന് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനും കൂടെ കൂടി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമേ? വെച്ച് നോക്കണം. അത് തന്നെ വെച്ച് നോക്കണം. പിന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കണേ. പലപ്പോഴും കമന്റ്സ് ഒക്കെ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ കമന്റ് അറിയിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒരു ജസ്റ്റ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അമ്മയുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള വലിയ ഒരു എന്താണ് സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ ചക്കയരിശ്ശേരി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇങ്ങനെയല്ല, ഇപ്പൊ ഇത് ഒരു പ്ലേറ്റ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കും.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ പരത്ത് കഴിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല അപ്പൊ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചക്കയരിശ്ശേരി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ചക്ക കൊണ്ട് ഞാൻ 2-3 ദിവസം കൊണ്ട് പല കറികൾ നിങ്ങളെ ഞാൻ വെച്ച് കാണിക്കുക. കൂഞ്ഞൊക്കെ ഇവിടെ റെഡി ആക്കി. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക കഴിച്ച് ഞങ്ങൾക്ക് ഇനി ഈ ദിവസം ചക്ക മാത്രമേ ഉള്ളൂ അമ്മ വെച്ച് തരുള്ളൂ അല്ലെ. അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.